ഞാൻ റസ അഹമ്മദ്, ഒപ്പത്തിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് ഈസ് ബ്രിങ്ങിങ് അവർ അവയർനെസ് ടു ദി പ്രസൻറ്റ് മൊമെൻറ്റ്. നമ്മുടെ അവബോധത്തെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ സെൻസേഷൻസിനെയും എല്ലാം ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. പൊതുവേ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണയാണ് മൈൻഡ്ഫുൾനെസ് ചിന്തകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണെന്നുള്ളത്. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്. മൈൻഡ്ഫുൾനെസ് ഒരിക്കലും ചിന്തകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയല്ല. മൈൻഡ്ഫുൾനെസ് ചിന്തകളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. ചിന്തകളെ ക്ലാരിറ്റിയോടുകൂടിയും അക്സെപ്റ്റൻസോടുകൂടിയും ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. മൈൻഡ്ഫുൾനെസ്സിന് പൊതുവെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ആസ്പെക്ട്സ് ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് പ്രസൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആവുക, മുഴുകിയിരിക്കുക എന്നുള്ളതാണ് പ്രസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രസൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അവെയർനെസ് ആണ്, അഥവാ അവബോധം. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സെൻസേഷൻസിനെയും അത് വരുന്ന തോതനുസരിച്ച് തന്നെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് അവെയർനെസ് എന്ന ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നോൺ ജഡ്ജ്മെൻറ്റാലിറ്റി എന്നുള്ളതാണ്. നമ്മുടെ അനുഭവങ്ങളെ അനുഭവിക്കും തോറും അതിനെ ഒരു സെൽഫ് ലാബലിംഗ് കൊടുക്കാതെ, അതിനൊരു ലാബൽ കൊടുക്കാതെ, അതിനെ ഗുഡ് എന്നോ ബാഡ് എന്നോ ലാബൽ ചെയ്യാതെ, അതിനെ റൈറ്റ് എന്നോ റോങ് എന്നോ ലാബൽ ചെയ്യാതെ, അതെങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോൺ ജഡ്ജ്മെൻറ്റാലിറ്റി എന്നുള്ള ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ഒരുപാട് പഠനങ്ങൾ നടത്തിയ ഒരു മേഖലയാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് നമ്മുടെ സ്ട്രെസ് ലെവൽസിനെ റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് നമ്മുടെ അറ്റൻഷനെയും കോൺസെൻട്രേഷനെയും എൻഹാൻസ് ചെയ്യുമെന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ മെച്ചപ്പെടുത്തുമെന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് ഇമോഷണൽ റെഗുലേഷന് സാധ്യമാക്കുമെന്നും സെൽഫ് അവെയർനെസ് എൻഹാൻസ് ചെയ്യുമെന്നും നമ്മുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുമെന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ കുറച്ച് ബേസിക് പ്രാക്ടീസസ് ആണ്. അതിലൊന്നാമത്തത് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് ആണ്. നമ്മളെല്ലാവരും ശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ആ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്, അവബോധത്തോടെ ശ്വസിക്കലാണ് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ്ങിൻ്റെ ഒരു സിമ്പിൾ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഏതൊരു കംഫർട്ടബിൾ പൊസിഷൻ ആയിക്കോട്ടെ, അത് ഇരുന്നായിക്കോട്ടെ കിടന്നായിക്കോട്ടെ, ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാം. നിങ്ങളുടെ ശ്രദ്ധ കണ്ണടച്ചും കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കലാണ് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. നമ്മൾ പതിയെ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതും പതിയെ അതിലേക്ക് ശ്രദ്ധിച്ചും കൊണ്ട് ഇരിക്കലാണ് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങളെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാനും നിങ്ങളെ മനസ്സിൻ്റെ തലത്തെ വളരെ കൂളാക്കാനും മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ബോഡി സ്കാൻ പ്രാക്ടീസാണ്. ഒരു സിമ്പിൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ് ബോഡി സ്കാൻ എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് ബോഡി സ്കാൻ എന്നുള്ളത്. ബോഡി സ്കാൻ പ്രാക്ടീസ് സിംപ്ലി നമ്മുടെ ഹെഡ് ടു ടോ, നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ഭാഗം സിംപ്ലി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ബോഡി സ്കാൻ എന്ന് പറയുന്നത്. നമ്മുടെ മൂർധാവ് മുതൽ നമ്മുടെ നെറ്റി, നമ്മുടെ കണ്ണുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ ബോഡി പാർട്സും എല്ലാ ബോഡി പാർട്സ് അപ് ടു ലെഗ്സ് വരെ നമ്മൾ അവെയർനെസ് കൊടുക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു പ്രാക്ടീസാണ് ബോഡി സ്കാൻ എന്നുള്ളത്. ആ സമയത്ത് നമുക്കുണ്ടാവുന്ന സെൻസേഷൻസ്, നമുക്കുണ്ടാവുന്ന തോട്ട്സ്, നമുക്കുണ്ടാവുന്ന ഫീലിങ്സ്, ഇതിനൊക്കെയും ശ്രദ്ധിക്കുകയും അതിനെ ലാബൽ ചെയ്യാതെ അതിനെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബോഡി സ്കാൻ എന്നുള്ളത്. മൂന്നാമത്തെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ് മൈൻഡ്ഫുൾനെസ് ഒബ്സർവേഷൻ എന്നുള്ളത്. നമ്മളൊക്കെയും ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ ഒബ്സർവ് ചെയ്യുന്ന പ്രോസസ്സ് വളരെ കോൺഷ്യസ് ആയിട്ട് അഥവാ അവബോധത്തോടു കൂടി ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്കൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒബ്ജക്റ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒബ്ജക്റ്റിൻ്റെ കളറ്, ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, അതിൻ്റെ ടെക്സ്ചർ എന്നിവയൊക്കെയും പ്രോപ്പറായിട്ട് കോൺഷ്യസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ് ഒബ്സർവേഷൻ എന്നുള്ളത്. ഇതൊരു ഒബ്ജക്റ്റ് ആവണമെന്നില്ല. ആദ്യം ഒരു ചെറിയ ഒബ്ജക്റ്റിൽ തുടങ്ങി നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഒബ്സർവ് ചെയ്യാം. നമുക്കൊരു ക്ലോസ്ഡ് സ്പേസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, ഒരു ഓപ്പൺ സ്പേസിനെ ഒബ്സർവ് ചെയ്യാം. ആ രീതിയിൽ നമ്മുടെ ഒബ്സർവേഷൻ്റെ കപ്പാസിറ്റി കൂട്ടിയെടുക്കലാണ് മൈൻഡ്ഫുൾനെസ് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് ലിസണിങ് എന്ന പ്രാക്ടീസാണ് അടുത്തതായിട്ട്. നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്ന ആളുകളാണ്. എന്നാൽ ഈ ശബ്ദങ്ങളെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേൾക്കലാണ് മൈൻഡ്ഫുൾനെസ് ലിസണിങ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ചുറ്റും കേൾക്കാറുണ്ട്. അത് ഒരു സിറ്റി സ്പേസിലുള്ള ശബ്ദമായിരിക്കാം, ഒരു നേച്ചർ സ്പേസിലുള്ള ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലുള്ള ശബ്ദമായിരിക്കാം. എന്തും ആയിക്കോട്ടെ, അതിനെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ കാമായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ലേബലുകളൊന്നും ചെയ്യാതെ അതിനെ പൂർണ്ണമായി അതിൽ പ്രസൻ്റായി നോൺ ജഡ്ജ്മെൻറ്റലായി അവെയർനെസ് കൊടുത്തുകൊണ്ട് കേൾക്കുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾ ലിസണിങ് എന്നുള്ളത്. അടുത്തതായിട്ട് മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്ന പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റ് പ്രാക്ടീസിൻ്റെ പോലെ തന്നെ ഈ പ്രാക്ടീസും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പൂർണ്ണമായ പ്രസൻസോടുകൂടി, പൂർണ്ണമായ അവെയർനെസ്സോടുകൂടി, പൂർണ്ണമായി നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത്. നമ്മൾ പല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെയൊക്കെയും ടെക്സ്ചർ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ കളറ്, അതിൻ്റെ ടേസ്റ്റ്, ഇതിലേക്കൊക്കെയും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത്. മൈൻഡ്ഫുൾനെസ് എക്സസൈസിലെ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന എക്സസൈസാണ്. നമ്മളെല്ലാവരും നടക്കാൻ പോകുന്ന ആളുകളായിരിക്കും. പൊതുവെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനാണ് നമ്മൾ നടത്തത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് നടത്തത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് മൈൻഡ്ഫുൾ വാക്കിംഗ് പോസിബിൾ ആവുന്നത്. മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന സമയം നമ്മുടെ നടക്കുന്നതിൻ്റെ സെൻസേഷൻസ്, നമ്മുടെ ലെഗിൻ്റെ സെൻസേഷൻ ആവാം, നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്സിൻ്റെ, ബോഡി മൂവ്മെൻറ്റ്സിൻ്റെ സെൻസേഷൻ ആവാം. ഇതൊക്കെയും പൂർണ്ണമായും മൈൻഡ്ഫുൾനെസ് പ്രിൻസിപ്പിൾസ് അഥവാ കംപ്ലീറ്റ്ലി പ്രസൻ്റ് ആയിട്ട് അവെയർനെസ്സോട് കൂടി നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ കുറച്ച് ബേസിക് എക്സസൈസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പതിയെ പതിയെ നിങ്ങൾ ഈ എക്സസൈസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലായിട്ടുള്ള ഗൈഡൻസിനും സപ്പോർട്ടിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒപ്പത്തിലെ തെറാപ്പിസ്റ്റുകളെ സമീപിക്കാൻ സാധിക്കും. കൂടുതൽ വീഡിയോകൾക്കും മറ്റും ഒപ്പത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.